എല്ലാവർക്കും സാക്ഷരതാ മിഷൻ വേങ്ങര ബ്ലോക്ക് +1 തുല്യതാ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ പരിചയപ്പെടുന്നു. അതോടൊപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കും ഒന്ന് പരിചയപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ ഇങ്ങനെയൊരു പേജാണ് കാണുന്നത്. അതിനുശേഷം നാഷണൽ ആന്തം, ഫോർവേഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കണ്ടൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ഇതിലുള്ള ഉള്ളടക്കങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. യൂണിറ്റ് 1ൻ്റെ പേര് പാത്സ് ഓഫ് ഗ്ലോറി എന്നാണ്. പാത്സ് ഓഫ് ഗ്ലോറി എന്നാൽ കീർത്തിയിലേക്കുള്ള പാത, കീർത്തിയിലേക്കുള്ള അല്ലെങ്കിൽ ഖ്യാതിയിലേക്കുള്ള വഴി എന്നർത്ഥം. യൂണിറ്റ് 1 പാത്സ് ഓഫ് ഗ്ലോറി 9ാമത്തെ പേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൽ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. യൂണിറ്റ് 1 പാത്സ് ഓഫ് ഗ്ലോറി, ഖ്യാതിയിലേക്കുള്ള വഴി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദിസ് യൂണിറ്റ് കണ്ടെയ്ൻസ് 2 prose texts and poem which highlights the importance of having aspiration in life. ഈ യൂണിറ്റ് കണ്ടെയ്ൻസ് 2 prose texts, 2 ഗദ്യ ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ആൻഡ് എ പോയം, അതോടൊപ്പം ഒരു പദ്യവും. വിച്ച് ഹൈലൈറ്റ്സ്, അത് ഹൈലൈറ്റ് ചെയ്യുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് ആസ്പിറേഷൻ ഇൻ ലൈഫ്, ഒരു ജീവിതാഭിലാഷം ഉണ്ടാവേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന 2-3 യൂണിറ്റുകളാണ് നിങ്ങൾക്കിതിൽ പഠിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ 2 പ്രോസും ഒരു പോയവും. എവ്രി വൺ ഹാസ് എ സ്ട്രോങ് ഡിസയർ ടു ബി സക്സസ്ഫുൾ, എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണമെന്ന ഒരു ശക്തമായ അഭിലാഷം, ആഗ്രഹം ഉണ്ടാവും. ബട്ട് ഇഫ് വൺ ലാക്ക് ഡ്രീംസ്, പക്ഷേ ഒരാൾക്ക് സ്വപ്നം ഇല്ല എങ്കിൽ, ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനം ഇല്ല എങ്കിൽ, വിൽ പവർ, അയാൾക്ക് ഇച്ഛാശക്തി ഇല്ല എങ്കിൽ, ആൻഡ് പ്രിസർവറൻസ് ടു ഓവർകം ഹർഡിൽസ്, ഒരു പ്രിസർവറൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിരോത്സാഹം, ടു ഓവർകം ഹർഡിൽസ്, ഹർഡിൽസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ മറികടക്കാനുള്ള ഒരു സ്ഥിരോത്സാഹം, അതുപോലെ ഇച്ഛാശക്തി, ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഉറച്ച തീരുമാനം, സ്വപ്നം, ഇതൊന്നുമില്ല എങ്കിൽ വൺ മേ നോട്ട് സ്കെയിൽ ദ ലാഡർ ഓഫ് സക്സസ്, ഒരാൾക്ക് വിജയത്തിൻ്റെ കോണിപ്പടികൾ കയറാനാവില്ല. ഇറ്റ് ഈസ് ഹാർഡ് വർക്ക് കമ്പൈൻഡ് വിത്ത് അൺഫ്ലിഞ്ചിങ് ഡിസയർ ടു ബി ആൻ അച്ചീവർ ദാറ്റ് ലീഡ്സ് വൺ ടു ഗ്രേറ്റർ റിയലംസ് ഓഫ് ഗ്ലോറി. ഇറ്റ് ഈസ് ഹാർഡ് വർക്ക്, കഠിനാധ്വാനമാണ്, കമ്പൈൻഡ് വിത്ത്, അതോടൊപ്പം തന്നെ അൺഫ്ലിഞ്ചിങ് ഡിസയർ, അചഞ്ചലമായ ആഗ്രഹം. അൺഫ്ലിഞ്ചിങ് എന്ന് പറഞ്ഞാൽ അചഞ്ചലമായ ആഗ്രഹം. ടു ബി ആൻ അച്ചീവർ, ഒരു നേട്ടക്കാരനാവാനുള്ള അചഞ്ചലമായ ആഗ്രഹം, അതോടൊപ്പം ഹാർഡ് വർക്കും കഠിനാധ്വാനവുമാണ്. ദാറ്റ് ലീഡ്സ് വൺ ടു ഗ്രേറ്റർ റിയലംസ് ഓഫ് സക്സസ്, ഒരാളെ മഹാത്മ്യത്തിൻ്റെ മേഖലകളിലേക്ക് ഒരാളെ നയിക്കുന്നത്. ലീഡ്സ് എന്ന് പറഞ്ഞാൽ നയിക്കുക, ഗ്രേറ്റർ വലിയ, ഉന്നതങ്ങളായ, റിയലം എന്ന് പറഞ്ഞാൽ മേഖല, മഹാത്മ്യത്തിൻ്റെ ഉന്നതങ്ങളായ മേഖലകളിലേക്ക് ഒരാളെ നയിക്കുന്നത് അയാളുടെ അചഞ്ചലമായ ആഗ്രഹവും അതോടൊപ്പം തന്നെ ഹാർഡ് വർക്ക്, കഠിനാധ്വാനവുമാണ് ഒരാളെ വിജയത്തിലെത്തിക്കുന്നത് എന്ന് സാരം. ഇൻ ദിസ് യൂണിറ്റ് you will come across an extract from helen keller's autobiography. ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾ ഹെലൻ കെല്ലറുടെ ഓട്ടോബയോഗ്രഫിയിൽ നിന്നുള്ള ഒരു പാഠഭാഗം പഠിക്കുന്നുണ്ട്. അതിൻ്റെ പേര് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ കഥ. ആൻ ആർട്ടിക്കിൾ ഓൺ ബിൽഡിംഗ് ഓഫ് ബ്രിഡ്ജ്, ഒരു പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ, ഒരു ഉപന്യാസം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ പേര്, ടൈറ്റിൽഡ്, അതിൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ അതിൻ്റെ തലക്കെട്ട് ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്നാണ്. ആൻഡ് എ പോയം ബൈ മാർഗരറ്റ് ആറ്റ്വുഡ്,
മാർഗ്രറ്റ് ആറ്റ്വുഡ് എഴുതിയ ഒരു പദ്യം പഠിക്കാനുണ്ട്, ടൈറ്റിൽഡ്. അതിൻ്റെ പേര് എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ്. ഒരു പാവം പെണ്ണ് എഴുതാൻ പഠിക്കുന്നു. ഇങ്ങനെ 3 യൂണിറ്റുകളാണ് നിങ്ങൾക്ക്, 3 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് പാത്സ് ഓഫ് ഗ്ലോറി എന്ന ഈ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹെലൻ കെല്ലറുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. സെക്കൻഡ് വൺ, ഒരു പാലം നിർമ്മാണത്തിൻ്റെ കഥ പറയുന്ന ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. മൂന്നാമത്തെ ഒന്ന് ഒരു പോയമാണ്. പോയത്തിൻ്റെ പേര് എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ്. ഇത് എഴുതിയത് മാർഗ്രറ്റ് ആറ്റ്വുഡാണ്. അപ്പോൾ നാം ഇത് ഒന്ന് സംക്ഷിപ്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാത്സ് ഓഫ് ഗ്ലോറി, അതിൽ പഠിക്കാനുള്ളത് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, ഹെലൻ കെല്ലേഴ്സ് ഓട്ടോബയോഗ്രഫി. ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്, an article. A poor woman learned to write. It is written by Margaret Atwood and it's a poem. ഓക്കെ, ഇതിൽ നമ്മൾ നേടിയെടുക്കേണ്ട ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കുന്നത് വഴി നമ്മൾ നേടിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ. അതിനുശേഷം അപ്പോൾ നമ്മൾ 11ാമത്തെ പേജിലാണ് ഇപ്പോഴുള്ളത്. ഇതിൽ ലെറ്റ്സ് ബിഗിൻ, നമുക്ക് തുടങ്ങാം. ഹൗ വുഡ് യു ലൈക്ക് ടു ബി റിമെമ്പേർഡ്? നിങ്ങൾ എങ്ങനെയാണ് ഓർമ്മിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത്? ഹൗ, എങ്ങനെ. വുഡ് യു ലൈക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ടു ബി റിമെമ്പേർഡ്, ഓർമ്മിക്കപ്പെടാൻ. നിങ്ങളെ ആളുകൾ എങ്ങനെ ഓർമ്മിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് സാരം. മെനി ഇയേഴ്സ് എഗോ എ മാൻ ലുക്ക്ഡ് അറ്റ് ദ മോർണിംഗ് ന്യൂസ് പേപ്പർ ആൻഡ് ടു ഹിസ് സർപ്രൈസ് ആൻഡ് ഹൊറർ ഫൗണ്ട് his name in the obituary column. The newspaper had reported the death of the wrong person by mistake. His first response was shock. Am I here or there? When he regained his composure, his second thought was find out what people had said about him. The obituary reads, "The dynamite king dies." He was described as the merchant of death. This man was the inventor of the dynamite, and when he read these words, he asked himself, "Is this how I wanted to be remembered?" Surely not. From that day onwards, he decided to work for peace. The man Alfred Nobel is remembered today as the name behind the great Nobel Prize. Many years ago, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, a man looked at the morning newspaper. ഒരു മനുഷ്യൻ രാവിലെ തന്നെ ന്യൂസ് പേപ്പറിൽ നോക്കി. ആൻഡ് ടു ഹിസ് സർപ്രൈസ്, അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ആൻഡ് ഹൊറർ, അയാളെ ഭയപ്പെടുത്തിക്കൊണ്ട്, ഫൗണ്ട് ഹിസ് നെയിം ഇൻ ദ ഒബിച്വറി കോളം, അയാൾ സ്വന്തം പേര് ചരമക്കോളത്തിൽ കണ്ടു. അതിരാവിലെ ന്യൂസ് പേപ്പറിൽ തൻ്റെ പേര് ചരമക്കോളത്തിൽ ആ വ്യക്തി കണ്ടു, പേടിച്ചു, അത്ഭുതപ്പെട്ടു. ദ ന്യൂസ് പേപ്പർ ഹാഡ് റിപ്പോർട്ടഡ് ദ ഡെത്ത് ഓഫ് ദ റോങ് പേഴ്സൺ ബൈ മിസ്റ്റേക്ക്. ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡെത്ത് ഓഫ് റോങ് പേഴ്സൺ ബൈ മിസ്റ്റേക്ക്, അബദ്ധവശാൽ തെറ്റായ ഒരു വ്യക്തിയുടെ മരണമാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഈ വ്യക്തിയുടെ പേര് വെച്ച്. ഹിസ് ഫസ്റ്റ് റെസ്പോൺസ് വാസ് ഷോക്ക്. അയാളുടെ ആദ്യത്തെ പ്രതികരണം ഒരു ഷോക്കായിരുന്നു, ഒരു മരവിപ്പായിരുന്നു, തരിപ്പായിരുന്നു. ആം ഐ ഹിയർ ഓർ ദർ? ഞാൻ ഇവിടെയാണോ അവിടെയാണോ, ഞാൻ ഇഹലോകത്താണോ പരലോകത്താണോ എന്ന് അദ്ദേഹം ചിന്തിച്ചു പോയി. വെൻ ഹി റീഗെയിൻഡ് ഹിസ് കമ്പോഷർ, അദ്ദേഹം തൻ്റെ മനസാന്നിധ്യം തിരിച്ചെടുത്തപ്പോൾ, അദ്ദേഹം തിരികെ നേടിയപ്പോൾ, ഹിസ് സെക്കൻഡ് തോട്ട് വാസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് പീപ്പിൾ ഹാഡ് സെഡ് അബൌട്ട് ഹിം. എന്താണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിന്ത? സെക്കൻഡ് തോട്ട്, രണ്ടാമത്തെ ചിന്ത വാസ് ടു ഫൈൻഡ് ഔട്ട്, കണ്ടെത്താനായിരുന്നു. വാട്ട് പീപ്പിൾ ഹാഡ് സെഡ് അബൌട്ട് ഹിം, എന്താണ് ആളുകൾ തന്നെക്കുറിച്ച് പറയുന്നത് എന്ന് കണ്ടെത്തണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ദ ഒബിച്വറി റീഡ്, അദ്ദേഹം ആ ചരമകോളം വായിച്ചു. ഡൈനാമിക് കിങ് ഡൈസ്, അതിൻ്റെ ഹെഡിങ് തന്നെ ഡൈനാമിക് കിങ് മരിച്ചു എന്നാണ്. ഹി വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് മെർച്ചൻ്റ് ഓഫ് ഡെത്ത്. അദ്ദേഹത്തെ അതിൽ താഴെ വിശദീകരിച്ചിരിക്കുന്നത് മരണത്തിൻ്റെ വ്യാപാരി, മരണത്തിൻ്റെ മൊത്ത വ്യാപാരി എന്നാണ് ഈ വ്യക്തിയെ അതിൽ വിശദീകരിച്ചിരിക്കുന്നത്. ദ മാൻ വാസ് ദ ഇൻവെൻറ്റർ ഓഫ് ഡൈനാമിറ്റ്. ആ വ്യക്തിയായിരുന്നു, ആ മനുഷ്യനായിരുന്നു ഡൈനാമിറ്റ് എന്ന് പറയുന്ന സ്ഫോടക വസ്തു കണ്ടെത്തിയത്. യുദ്ധങ്ങളിലും അതുപോലെ വ്യാവസായിക ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു വസ്തുവാണ് ഡൈനാമിറ്റ്. സ്ഫോടക വസ്തുവാണ് ഡൈനാമിറ്റ്. ആൻഡ് വെൻ ഹി റീഡ്
ദീസ് വേർഡ്സ്, ഈ വാക്കുകൾ അദ്ദേഹം വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഹി ആസ്ക്ഡ് ഹിംസെൽഫ്, അയാൾ സ്വയം ചോദിച്ചു, ഈസ് ദിസ് ഹൗ ഐ വാണ്ടഡ് ടു ബി റിമെമ്പേർഡ്? ഇങ്ങനെയാണോ ഞാൻ എന്നെ ഓർക്കാൻ, ആളുകൾ ഓർമ്മിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയാണോ? ഷോർലി നോട്ട്, തീർച്ചയായിട്ടുമല്ല. ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ്, അന്ന് മുതൽ ഹി ഡിസൈഡഡ് ടു വർക്ക് ഫോർ പീസ്, അദ്ദേഹം സമാധാനത്തിന് വേണ്ടി ജോലി ചെയ്യാൻ തീരുമാനിച്ചു. ദ മാൻ, ആ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ആൽഫ്രഡ് നോബൽ എന്നായിരുന്നു. ഈസ് റിമെമ്പേർഡ് ടുഡേ, ഇന്ന് അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് ആസ് ദ നെയിം ബിഹൈൻഡ് ദ ഗ്രേറ്റ് നോബൽ പ്രൈസ്. നൊബേൽ പ്രൈസ് എന്ന് പറയുന്ന ഇന്നത്തെ ഏറ്റവും വലിയ സമാധാനത്തിനടക്കം സാമ്പത്തിക ശാസ്ത്രത്തിനും മറ്റു ശാസ്ത്ര വിഭാഗങ്ങൾക്കുമെല്ലാം ഉള്ള ഏറ്റവും മികച്ചവർക്ക് നൽകുന്ന അവാർഡായ നൊബേൽ പ്രൈസിൻ്റെ ഇൻവെൻറ്റർ, അതിൻ്റെ പിന്നിലുള്ള ആളായിട്ടാണ് ഇന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നൊബേൽ പ്രൈസിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തി എന്ന പേരിലാണ് ഇന്ന് ആൽഫ്രഡ് നൊബേൽ അറിയപ്പെടുന്നത്. അല്ലാതെ അദ്ദേഹം നേരത്തെ കണ്ടെത്തിയ ഡൈനാമിറ്റ് എന്ന് പറയുന്ന വസ്തുവിൻ്റെ ഉപജ്ഞാതാവായിട്ടല്ല അദ്ദേഹം ഇന്ന് ആളുകൾക്ക് സുപരിചിതനായിട്ടുള്ളത്. ഇനി താഴെ, ലെറ്റ്സ് റെസ്പോണ്ട്, നമുക്ക് പ്രതികരിക്കാം. ഹൗ ഡു യു ലൈക്ക് ടു ബി റിമെമ്പേർഡ്? നിങ്ങൾ എങ്ങനെയാണ് ഓർമ്മിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത്? ഡു യു തിങ്ക് യു വിൽ ബി സ്പോക്കൺ ഓഫ് വെൽ? നിങ്ങളെപ്പറ്റി നല്ലത് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നതാണ്. വിൽ യു ബി റിമെമ്പർ വിത്ത് ലവ് ആൻഡ് റെസ്പെക്റ്റ്? നിങ്ങളെ സ്നേഹത്തോടെയും ബഹുമാനത്തോടും കൂടി ആളുകൾ ഓർമ്മിക്കുമോ? ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഹൗ ആൽഫ്രഡ് നോബൽ റോസ് ടു ഫെയിം? എങ്ങനെയാണ് ആൽഫ്രഡ് നോബൽ ഫേമസ് ആയത്, പ്രസിദ്ധനായി തീർന്നത് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചുവോ? ജസ്റ്റ് ആസ് നൊബൽ പ്രൈസ് ഗോഡ് ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് സ്റ്റോക്ക് ഓഫ് ഹിസ് ലൈഫ്, തൻ്റെ ജീവിതത്തിൻ്റെ കണക്കെടുപ്പ് നടത്താൻ ആൽഫ്രഡ് നോബലിന് സാധിച്ചതുപോലെ, ആൻഡ് റീഡിഫൈൻ ഹിസ് വാല്യൂസ്, തൻ്റെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ പുനർനിർവചനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചതുപോലെ, വി മേ ഓൾസോ ഹാവ് ടു സ്റ്റെപ്പ് ബാക്ക്, നമുക്കും പിന്നോട്ട് വലിയാം അറ്റ് ടൈംസ്, ചില സമയങ്ങളിൽ, ആൻഡ് ഡു ദ സെയിം, അതുപോലെ തന്നെ ചെയ്തു നോക്കാം. നെക്സ്റ്റ് പേജ് നമ്പർ 12, ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. നമ്മളിപ്പോഴുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 12 ഫസ്റ്റ് ചാപ്റ്റർ, ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ കഥ. എഴുതിയത് ഹെലൻ കെല്ലറാണ്. ഹെലൻ കെല്ലർ became deaf, dumb and blind when she was very young. Nevertheless, she struggled a lot to accomplish goals in her life. Let's see how she talks about her life from her own experiences. ഹെലൻ കെല്ലർ ആയിത്തീർന്നു. ഡെഫ്, ബധിരയായിത്തീർന്നു. ചെവി കേൾക്കാത്ത ആൾ, ഡെഫ്, ബധിര, ചെവി കേൾക്കാത്ത ആൾ. ഡംബ്, ചെവി കേൾക്കാത്ത ആൾ സ്വാഭാവികമായിട്ടും ഡംബായിരിക്കും, മൂകയായിരിക്കും, സംസാരിക്കാൻ സാധിക്കാത്ത ആൾ. ആൻഡ് ബ്ലൈൻഡ്, അന്ധയുമായി തീർന്നു. വെൻ ഷി വാസ് വെരി യങ്, വളരെ ചെറുപ്രായത്തിൽ തന്നെ ഹെലൻ കെല്ലർ ബധിരയും മൂകയും അന്ധയുമായി തീർന്നു. നെവർദലെസ്, എന്നിരുന്നാലും, ഷീ സ്ട്രഗിൾഡ് എ ലോട്ട് ടു അക്കംപ്ലിഷ് ഗോൾസ് ഇൻ ഹർ ലൈഫ്, അവളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ, സഫലീകരിക്കാൻ അവരെക്കൊണ്ട് അവർ സ്ട്രഗിൾ ചെയ്തു, അവർ പോരാടി. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. ഹൗ ഷീ ടോക്സ് അബൌട്ട് ഹർ ലൈഫ്, എന്താണ് അവർ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്? ഫ്രം ഹെർ ഓൺ എക്സ്പീരിയൻസ്, അവളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന്. It is with a kind of fear that I begin to write the story of my life. I have, as it were, a superstitious hesitation in lifting the veil that clings about my childhood like a golden mist. The task of writing an autobiography is a difficult one. It is with a kind of fear. ഒരു തരം പേടിയോടുകൂടിയാണ്. ഫിയർ, പേടി, കൈൻഡ്, തരം, വിത്ത്, കൂടെ. ഇറ്റ് ഈസ് വിത്ത് എ കൈൻഡ് ഓഫ് ഫിയർ, ഒരു തരം പേടിയോടുകൂടിയാണ്. ദാറ്റ്, എന്തെന്നാൽ, ഐ ബിഗിൻ ടു റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം എഴുതാൻ ഞാൻ തുടങ്ങുന്നത്. ബിഗിൻ, സ്റ്റാർട്ടഡ്, റൈറ്റ്, എഴുതുക, ഹിസ്റ്ററി, ചരിത്രം, മൈ ലൈഫ്, എൻ്റെ ജീവിതം. എൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം എഴുതാൻ ഞാൻ തുടങ്ങുന്നത് ഒരു തരം പേടിയോടുകൂടിയാണ്. ഐ ഹാവ്, എനിക്കുണ്ട്. ആസ് ഇറ്റ് വേർ, മുമ്പുള്ളതുപോലെ തന്നെ. എ സൂപ്പർസ്റ്റീഷ്യസ് ഹെസിറ്റേഷൻ, ഒരു അന്ധവിശ്വാസം നിറഞ്ഞ ശങ്ക എനിക്കുണ്ട്. ഇൻ ലിഫ്റ്റിംഗ് ദ വെയിൽ ദാറ്റ് ക്ലിങ്സ് അബൌട്ട് മൈ ചൈൽഡ്ഹുഡ് ലൈക്ക് എ ഗോൾഡൻ മിസ്റ്റ്, ഒരു ഗോൾഡൻ മിസ്റ്റ് പോലെ, ഒരു സുവർണ മഞ്ഞു പോലെ എൻ്റെ കുട്ടിക്കാലത്തോട്
ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ചൈൽഡ്ഹുഡ് കുട്ടിക്കാലം, ഗോൾഡൻ മിസ്റ്റ് സുവർണമഞ്ഞ്, ചൈൽഡ്ഹുഡ് കുട്ടിക്കാലം. ക്ലിങ് ഒട്ടിച്ചേർന്ന് നിൽക്കുക. വെയിൽ മൂടുപടം, കർട്ടൻ തിരശ്ശീല എന്നൊക്കെ അർത്ഥം. ലിഫ്റ്റിംഗ് പൊക്കുക, ഉയർത്തുക. ഹെസിറ്റേഷൻ ശങ്ക. ഐ ഹാവ് എനിക്കുണ്ട്. സൂപ്പർസ്റ്റിഷ്യസ് ഹെസിറ്റേഷൻ, ഒരു സൂപ്പർസ്റ്റിഷൻ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം നിറഞ്ഞ ഒരു തരം ശങ്ക എനിക്കുണ്ട്. എന്ത് കാര്യത്തിൽ? ഇൻ ലിഫ്റ്റിംഗ് ദ വെയിൽ, മൂടുപടം ഉയർത്തുന്നതിൽ. ദാറ്റ് ലിങ്സ് അബൌട്ട് മൈ ചൈൽഡ്ഹുഡ് ലൈക്ക് എ ഗോൾഡൻ മിസ്റ്റ്, ഒരു സുവർണ മഞ്ഞുപോലെ എൻ്റെ കുട്ടിക്കാലത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന ഈ മൂടുപടം, ഈ കർട്ടൻ ഉയർത്താൻ എനിക്കൊരു തരം അന്ധവിശ്വാസം നിറഞ്ഞ ഒരു തരം ശങ്ക എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ശങ്കിച്ച് നിൽക്കുകയാണ് എൻ്റെ കുട്ടിക്കാലത്തെ നിങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യാൻ. ദ ടാസ്ക് ഓഫ് റൈറ്റിംഗ് ആൻ ഓട്ടോബയോഗ്രഫി ഈസ് എ ഡിഫിക്കൾട്ട് വൺ. അവർ സമ്മതിക്കുകയാണ് ടാസ്ക്, ഈ ഒരു ലക്ഷ്യം, റൈറ്റിംഗ് ആൻ ഓട്ടോബയോഗ്രഫി, ഒരു ജീവിതകഥ എഴുതുക എന്നുള്ള എൻ്റെ ഈ ലക്ഷ്യം ഈസ് എ ഡിഫിക്കൾട്ട് വൺ, അതൊരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ് എന്നവർ സമ്മതിക്കുന്നു. അതോടൊപ്പം അവരുടെ കുട്ടിക്കാലം നമ്മൾക്ക് മുന്നിൽ അനാവരണം ചെയ്യാൻ അവർക്ക് ഒരു തരം ശങ്കയുമുണ്ട്. സെക്കൻഡ് പാരഗ്രാഫ്. When I try to classify my earliest impressions, I find that fact and fancy look alike across the years that links the past and the present. The woman paints the child's experience in her own fantasy. A few impressions stand out vividly from the first years of my life, but the shadows of the prison house are on the rest. When I try to classify my earliest impressions, എൻ്റെ വളരെ പണ്ടുള്ള ഇംപ്രഷൻസ്, ഓർമ്മകളെ ക്ലാസിഫൈ ചെയ്യാൻ, തരംതിരിക്കാൻ ഞാൻ ശ്രമിക്കുക. When I try to classify my earliest impressions, വളരെ പഴയകാല ഓർമ്മകളെ ഞാൻ വേർതിരിക്കാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ കണ്ടെത്തി that fact and fancy look alike across the years. സത്യവും മിഥ്യയും ഒരുപോലെ തോന്നുന്നു എനിക്ക്. across the years that links the past with the present. എൻ്റെ പഴയകാലം, പണ്ടുകാലം, ഭൂതകാലത്തിനെ പ്രസൻറ്റുമായിട്ട്, ഇപ്പോഴത്തെ വർത്തമാനകാലവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഇക്കാലയളവിലാകമാനമുള്ള എൻ്റെ ഓർമ്മകളിൽ സത്യവും മിഥ്യയും കണ്ടാൽ ഒരുപോലെ തോന്നുന്നതായിട്ട് ഞാൻ കണ്ടെത്തി. എൻ്റെ ആദ്യകാല ഓർമ്മകളെ ഞാൻ വേർതിരിച്ചെടുത്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതിലേതാണ് സത്യം, ഏതാണ് മിഥ്യ, ഏതാണ് തോന്നലുകൾ, ഏതാണ് യഥാർത്ഥം എന്നെനിക്ക് തിരിച്ചറിയാനാവുന്നില്ല. The woman paints the child's experiences in her own fantasy. The woman, സ്ത്രീ, വനിത, ഈ പെണ്ണ് വലുതായപ്പോൾ, വലുതായ രീതിയിൽ 21-22 വയസ്സിലാണ് ഹെലൻ കെല്ലർ ഈ ആത്മകഥ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീയായ ശേഷം ദ വുമൺ പെയിൻറ്റ്സ്, ഈ സ്ത്രീ ചിത്രം വരയ്ക്കുന്നു. ചൈൽഡ്സ് എക്സ്പീരിയൻസ്, കുട്ടിയുടെ അനുഭവം, ഇൻ ഹെർ ഓൺ ഫാൻറ്റസി, തൻ്റേതായ ഭാവനയിൽ ചിത്രം ചാലിച്ചെഴുതുകയാണ് ഒരു സ്ത്രീ ചെയ്യുന്നത് ഇവിടെ. എ ഫ്യൂ ഇംപ്രഷൻസ് സ്റ്റാൻഡ് ഔട്ട് വിവിഡ്ലി ഫ്രം ദ ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ തുടക്ക വർഷങ്ങളിലുള്ള ചില വളരെ കുറഞ്ഞ ഇംപ്രഷൻസ്, ഓർമ്മകൾ, സ്റ്റാൻഡ് ഔട്ട് വിവിഡ്ലി, വളരെ വ്യക്തമായി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള ചില ഓർമ്മകൾ എൻ്റെ ആദ്യകാല വർഷങ്ങളിലുള്ളത് എൻ്റെ ഓർമ്മയിലുണ്ട്. ബട്ട് ദ ഷാഡോസ് ഓഫ് ദ പ്രിസൺ ഹൗസ് ആർ ഓൺ ദ റെസ്റ്റ്. ബാക്കിയുള്ള എൻ്റെ ഓർമ്മകളാകമാനം എന്താണ്? ദ ഷാഡോസ് ഓഫ് ദ പ്രിസൺ ഹൗസ്, കാരാഗ്രഹത്തിലുള്ള അതിൻ്റെ ഷാഡോ ആണ്, അതിൻ്റെ നിഴലാണ്, എൻ്റെ ജയിൽ പോലുള്ള വീടിൻ്റെ നിഴലാണ് ബാക്കിയുള്ളത്. എന്തുകൊണ്ടാണ്? ശിഷ്ടജീവിതം, തുടക്കകാലത്തുള്ള വർഷങ്ങൾ കൊണ്ടല്ലാതെ അതിനുശേഷമുള്ള ജീവിതം അവർക്ക് കാരാഗ്രഹം പോലെ, അവർക്കൊരു ജയിലറ പോലെ അവർക്ക് തോന്നാൻ കാര്യമെന്ന് നമുക്ക് പിന്നീടുള്ള വായനയിൽ മനസ്സിലാവും. ബിസൈഡ്സ്, ഇത് കൂടാതെ മെനി ഓഫ് ദ ജോയ്സ് ആൻഡ് സോറോസ് ഓഫ് ദ ചൈൽഡ്ഹുഡ് ഹാവ് ലോസ്റ്റ് ദെയർ പോയിനൻസി. മെനി ഓഫ് ദ ജോയ്സ്, ഒരുപാട് സന്തോഷങ്ങൾ, ആൻഡ് സോറോസ്, ഒരുപാട് ദുഃഖങ്ങൾ, ഓഫ് ദ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലത്ത് ഒരുപാട് സന്തോഷങ്ങളും ദുഃഖങ്ങളും, ലോസ്റ്റ് ദെയർ പോയിനൻസി, അവയുടെ തീക്ഷ്ണത നഷ്ടമായി. പോയിനൻസി എന്ന് പറഞ്ഞാൽ തീക്ഷ്ണത, ജോയ് സന്തോഷം, സോറോ ദുഃഖം, ചൈൽഡ്ഹുഡ് കുട്ടിക്കാലം, ഹാവ് ലോസ്റ്റ് നഷ്ടപ്പെട്ടു, ദെയർ പോയിനൻസി അവയുടെ തീക്ഷ്ണത നഷ്ടപ്പെട്ടു. ആൻഡ് മെനി ഇൻസിഡൻസ് ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻസ് ഇൻ മൈ ഏർലി എഡ്യൂക്കേഷൻ ഹാവ് ബീൻ ഫോർഗോട്ടൺ ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഗ്രേറ്റ് ഡിസ്കവറീസ്. അതുകൂടാതെ മെനി ഇൻസിഡൻസ്, ഒരുപാട് സംഭവങ്ങൾ,
ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻസ്, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇൻ ഓഫ് ഏർലി എഡ്യൂക്കേഷൻ, എൻ്റെ വളരെ ചെറുപ്പത്തിലുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഹാവ് ബീൻ ഫോർഗോട്ടൺ, അത് വിസ്മൃതിയിലാണ്ടുപോയി, അതെല്ലാം മറന്നുപോയി. ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഗ്രേറ്റ് ഡിസ്കവറീസ്, പുതിയ പുതിയ കണ്ടെത്തലിൻ്റെ ആവേശത്തിൽ പഴയ കാലത്തെ ഒരുപാട് പ്രധാനപ്പെട്ടതാണെങ്കിലും എൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങളാണെങ്കിലും അതെല്ലാം പുതിയ കണ്ടെത്തലോടുകൂടി, പുതിയ ഓരോ അനുഭവങ്ങളോടുകൂടി മറന്നുപോയി. ഇൻ ഓർഡർ, ക്രമത്തിൽ. Therefore, അതുകൊണ്ട് തന്നെ ക്രമപ്പെടുത്തിക്കൊണ്ട്, നോട്ട് ടു ബി ടേഡിയസ്, മുഷിപ്പിക്കാതെ. ഐ ഷാൽ ട്രൈ ടു പ്രസൻറ്റ്, ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ശ്രമിക്കുക, പ്രസൻറ്റ്, അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ഇൻ എ സീരീസ് ഓഫ് സ്കെച്ചസ്, ഒരു പരമ്പര, സ്കെച്ചസ്, ഒരു ചിത്രപരമ്പര പോലെ, സീരീസ് ഓഫ് സ്കെച്ചസ്, ചിത്രപരമ്പര പോലെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കാം, മുഷിപ്പിക്കാതെ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ദ എപ്പിസോഡ്സ്, ഭാഗങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, ദാറ്റ് സീംസ് ടു മീ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ടതും വളരെ താല്പര്യജനകമായതുമാണെന്ന് എനിക്ക് തോന്നുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സംഭവങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു സീരീസ് ഓഫ് സ്കെച്ചായിട്ട്, ഒരു ചിത്രപരമ്പരയായിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ, മുഷിപ്പിക്കാതെ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. ഇത്രയും കാര്യങ്ങൾ അവർ ഒരു തുടക്കമെന്ന നിലയിൽ പറയുകയാണ്. അതിനുശേഷം ഉള്ള ഭാഗമാണ് അവരുടെ കഥ ആരംഭിക്കുന്നത്, സ്റ്റോറി തുടങ്ങുന്നത്. ഐ വാസ് ബോൺ ഓൺ June 27, 1880 ഇൻ ടെസ്കംബിയ, എ ലിറ്റിൽ ടൗൺ ഓഫ് നോർത്തേൺ അലബാമ. ഞാൻ 1880 ജൂൺ 27 ടെസ്കംബിയ എന്ന് പറയുന്ന സ്ഥലത്ത്, എവിടെയാണ് ടെസ്കംബിയ? എ ലിറ്റിൽ ടൗൺ ഇൻ നോർത്തേൺ അലബാമ, നോർത്തേൺ അലബാമയിലെ ഒരു ചെറിയ ടൗണാണ് ടെസ്കംബിയ. അവിടെയാണ് ഞാൻ 1880 ജൂൺ 27 ജനിച്ചത്. The family on my father's side is descended from Caspar Keller, a native of Switzerland who settled in Maryland. കുടുംബം ഓൺ മൈ ഫാദേഴ്സ് സൈഡ്, എൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള കുടുംബം, ഈസ് ഡിസെൻഡഡ്, അവർ പിൻഗാമികളാണ്, ഫ്രം കാസ്പർ കെല്ലർ, കാസ്പർ കെല്ലറിൻ്റെ പിൻഗാമികളാണ്. എ നേറ്റീവ് ഓഫ് സ്വിറ്റ്സർലാൻഡ്, കാസ്പർ കെല്ലർ ഒരു സ്വിറ്റ്സർലാൻഡ് സ്വദേശിയാണ്. ഹു സെറ്റിൽഡ് ഇൻ മേരിലാൻഡ്, മേരിലാൻഡിൽ താമസമാക്കിയ സ്വിറ്റ്സർലൻഡ് സ്വദേശിയായ കാസ്പർ കെല്ലറിൻ്റെ പിന്മുറക്കാരാണ് എൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള കുടുംബം. ഫാമിലി, കുടുംബം. ഡിസെൻഡൻറ്റ്, പിന്മുറക്കാർ. കാസ്പർ കെല്ലർ ഒരു വ്യക്തിയുടെ പേരാണ്. നേറ്റീവ്, സ്വദേശി. മൈ ഫാദർ ആർതർ എച്ച് കെല്ലർ വാസ് എ ക്യാപ്റ്റൻ ഇൻ കോൺഫെഡറേറ്റ് ആർമി ആൻഡ് മൈ മദർ കേറ്റ്. എൻ്റെ അച്ഛൻ ആർതർ എച്ച് കെല്ലർ ആരായിരുന്നു? വാസ് എ ക്യാപ്റ്റൻ ഇൻ കോൺഫെഡറേറ്റ് ആർമി, സഖ്യ സൈന്യത്തിലെ ഒരു ക്യാപ്റ്റനായിരുന്നു എൻ്റെ അച്ഛൻ. മൈ മദർ, എൻ്റെ അമ്മയുടെ പേര് കേറ്റ് ആഡംസ് എന്നായിരുന്നു. വാസ് ഹിസ് സെക്കൻഡ് വൈഫ് ആൻഡ് മെനി ഇയേഴ്സ് യങ്കർ. അവർ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയും അതുപോലെ തന്നെ ഒരുപാട് പ്രായം കുറഞ്ഞവരുമായിരുന്നു. I lived up to the time of the illness that deprived me of my sight and hearing in a tiny house consisting of a little square room and a small one, in which the servants slept. It is custom in South to build a house near the homestead as an annex to be used on occasions. Such a house my father built after the Civil War, and when he married my mother, he went to live in it. It was completely covered with vines, climbing roses and honeysuckles. From the garden it looked like an arbor. The little porch was hidden from the view by the screens of yellow roses and southern smilax. It was the favorite haunt of hummingbirds and bees. I lived up to the time of the illness. ആ രോഗത്തിൻ്റെ കാലം വരെ ഞാൻ ജീവിച്ചു. I lived, ഞാൻ ജീവിച്ചു. up to the time, കാലം വരെ. ടൈം ഓഫ് ഇൽനെസ്, ആ രോഗത്തിൻ്റെ കാലം വരെ. ഏത് രോഗമാണ് പറയുന്നത്? ദാറ്റ്, ആ രോഗം ഡിപ്രൈവ്ഡ് മീ ഓഫ് മൈ സൈറ്റ് ആൻഡ് ഹിയറിങ്, എൻ്റെ കാഴ്ചയെയും കേൾവിയും ഇല്ലാതാക്കിയ ആ രോഗം വരെ ഞാൻ ജീവിച്ചത് ഇൻ എ ടൈനി ഹൗസ്, ഒരു ചെറിയ വീട്ടിലായിരുന്നു. കൺസിസ്റ്റിംഗ് ഓഫ് എ ലാർജ് സ്ക്വയർ റൂം, ഒരു വലിയ ചതുരാകൃതിയിലുള്ള റൂം ഉൾക്കൊള്ളുന്നു. ആൻഡ് എ സ്മോൾ വൺ,
ഒരു ചെറിയ റൂമും ഒരു വലിയ റൂമും, സ്ക്വയർ ആകൃതിയിലുള്ള ഒരു വലിയ റൂമും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ വീട്ടിലായിരുന്നു ഞാൻ എൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയ, എൻ്റെ കേൾവി നഷ്ടപ്പെടുത്തിയ ആ രോഗം വരുന്നവരെ ഞാൻ ജീവിച്ചിരുന്നത്. ഇൻ വിച്ച് ദ സെർവൻറ്റ് സ്ലെപ്റ്റ്. ആ കുഞ്ഞു റൂമിലായിരുന്നു സെർവൻറ്റ് താമസിച്ചിരുന്നത്, വേലക്കാർ താമസിച്ചിരുന്നത്, ജീവിച്ചിരുന്നത്, ഉറങ്ങിയിരുന്നത് ആ കുഞ്ഞു റൂമിലായിരുന്നു. ഇറ്റ് ഇസ് എ കസ്റ്റം. ഇതൊരു ആചാരമാണ്. ഇൻ സൗത്ത് അമേരിക്കയിലുള്ള ഒരു ആചാരമാണ് ടു ബിൽഡ് എ സ്മാൾ ഹൗസ്. ഒരു ചെറിയ വീട് കൂടി ഉണ്ടാക്കും. നിയർ ടു ദ ഹോംസ്റ്റെഡ്. വലിയ വീടും പറമ്പിനോടും അനുബന്ധിച്ച് തന്നെ ആസ് ആൻ അനക്സ്, ഒരു അനുബന്ധമെന്നോണം, ടു ബി യൂസ്ഡ് ഓൺ ഒക്കേഷൻസ്, ചില സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്. സച്ച് എ ഹൗസ്, അത്തരത്തിലുള്ള ഒരു വീട് മൈ ഫാദർ ബിൽറ്റ് ആഫ്റ്റർ ദ സിവിൽ വാറിന് ശേഷം, അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം എൻ്റെ അച്ഛനും അത്തരത്തിലുള്ളൊരു വീടുണ്ടാക്കിയിരുന്നു. ആൻഡ് വെൻ ഹി മാരീഡ് മൈ മദർ, എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചതിന് ശേഷം ഹി വെൻറ്റ് ടു ലിവ് ഇൻ ഇറ്റ്, അദ്ദേഹം അവിടെയാണ് താമസിക്കാൻ പോയത്. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് വൈൻസ്. ആ വീട്, ആ കുഞ്ഞു വീട് മുഴുവനായിട്ടും വൈൻ വള്ളിച്ചെടികൾ കൊണ്ട് മൂടിയിട്ടുള്ളതായിരുന്നു. ക്ലൈംബിംഗ് റോസസ്, അതുമാത്രമല്ല മറ്റു ചില ചെടികൾ, പൂക്കളെ കൂടി പറയുന്നുണ്ട്. ക്ലൈംബിംഗ് റോസസ്, ഹണി സക്കിൾസ് തുടങ്ങിയ പൂക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതായിരുന്നു. വൈൻ തുടങ്ങിയ വള്ളിച്ചെടികൾ കൊണ്ട്, പൂക്കൾ കൊണ്ട് വള്ളിച്ചെടികൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതായിരുന്നു ആ വീട്. ഫ്രം ദ ഗാർഡൻ ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് ആൻ ആർബർ. പൂന്തോട്ടത്തിൽ നിന്ന് നോക്കിയാൽ ഞങ്ങളുടെ വീടൊരു വള്ളിക്കുടലാണെന്ന് എന്ന് തോന്നിപ്പോവും. ദ ലിറ്റിൽ പോച്ച് വാസ് ഹിഡൻ ഫ്രം ദ വ്യൂ ബൈ ദ കർട്ടൻ ഓഫ് യെല്ലോ റോസസ് ആൻഡ് സദേൺ സ്മിലാക്സ്. രണ്ട് തരം പൂക്കളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. സദേൺ സ്മിലാക്സ്, യെല്ലോ റോസ് തുടങ്ങിയ രണ്ട് തരം വള്ളിപ്പൂക്കളാണ്. ഈ പൂക്കൾ ഞങ്ങളുടെ ചെറിയ പോർച്ചിനെ കാഴ്ചവട്ടത്ത് നിന്ന് ഒരു സ്ക്രീൻ പോലെ ഈ രണ്ട് വള്ളിച്ചെടിപ്പൂക്കൾ മറച്ചിരിക്കുന്നു. ഇറ്റ് വാസ് എ ഫേവറേറ്റ് ഹോണ്ട് ഓഫ് ഹമ്മിങ് ബേർഡ്സ് ആൻഡ് ബീസ്. ഹമ്മിങ് ബേർഡ്സ്, അടക്കാക്കുരുവിയുടെയും അതുപോലെ തേനീച്ചയുടെയും ഇഷ്ടപ്പെട്ട വിസിറ്റ് സ്ഥലം, ഹോണ്ട് പ്ലേസ് ആയിരുന്നു ഞങ്ങളുടെ ഈ കുഞ്ഞു വീട്. ഈ പാരഗ്രാഫിൽ അവർ പറയുന്നത് തൻ്റെ ആദ്യകാല ജീവിതം ചെലവിട്ടിരുന്ന ആ കുഞ്ഞു വീടിനെക്കുറിച്ചായിരുന്നു. ആ വീട് അവരുടെ പ്രധാന വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയ വീടായിരുന്നു. അതിലായിരുന്നു അവളുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെടുന്ന കാലം വരെയും ജീവിച്ചിരുന്നത്. ആ കാലത്ത് ആ വീടിൻ്റെ പ്രത്യേകത, പലതരത്തിലുള്ള ചെടികൾ, പൂവിടുന്ന വള്ളിച്ചെടികൾ കൊണ്ട് മൂടിയ ഒരു വള്ളിക്കുടിൽ പോലെ തോന്നിക്കുന്ന ഒരു കുഞ്ഞു വീടായിരുന്നു. 2 മുറികൾ അടങ്ങുന്ന ഒരു വലിയ സ്ക്വയർ രൂപത്തിലുള്ള ഒരു വലിയ മുറിയും അതോടൊപ്പം ഒരു വേലക്കാരിക്കൊക്കെ താമസിക്കാനുള്ള ഒരു ചെറിയ റൂമും ഉൾക്കൊള്ളുന്ന ഒരു തരം കുഞ്ഞു വീടായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. അതിനെയാണ് ഈ പാരഗ്രാഫിൽ വിശദീകരിക്കുന്നത്. The keller homestead where the family lived was a few steps from our little rose bower. It's called ivy green because the house and the surrounding trees and fences were covered with beautiful English ivy. Its old-fashioned garden was the paradise of my childhood. അടുത്തത് ആ വലിയ വീടിനെക്കുറിച്ചാണ്. അവരുടെ ആ പറമ്പിലുള്ള സാധാരണ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാന വീടിനെക്കുറിച്ചാണ്. അതിൻ്റെ പേര് കെല്ലർ ഹോംസ്റ്റെഡ് എന്നായിരുന്നു. കെല്ലർ ഹോംസ്റ്റെഡ് വേർ ദ ഫാമിലി ലിവ്ഡ്, അവിടെയാണ് കുടുംബം ജീവിച്ചിരുന്നത്. വേർ വാസ് എ ഫ്യൂ സ്റ്റെപ്സ് ഫ്രം അവർ ലിറ്റിൽ റോസ് ബവർ, ഞങ്ങളുടെ ഈ കുഞ്ഞു റോസ് വള്ളിക്കൊടിയിൽ ആയിട്ടുള്ള ഞങ്ങളുടെ ചെറിയ വീട്ടിൽ നിന്ന് കുറച്ച് സ്റ്റെപ്പ് അപ്പുറത്താണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് കാൾഡ് ഐവി ഗ്രീൻ. ആ വീട്ടിലേക്ക് ഞങ്ങൾ വീടിനെ ഞങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഐവി ഗ്രീൻ എന്ന പേരിലായിരുന്നു. എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കാൻ കാരണം? ബിക്കോസ് ദ ഹൗസ് ആൻഡ് ദ സറൗണ്ടിങ്സ്, വീടും അതിൻ്റെ സറൗണ്ടിങ് ട്രീസ്, പരിസരത്തുള്ള ചെടികളും ആൻഡ് ഫെൻസസ്, വേലികളും വേർ കവേർഡ് വിത്ത് ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ഐവി, അതെല്ലാം വളരെ സുന്ദരമായിട്ടുള്ള ഇംഗ്ലീഷ് ഐവി ചെടികൾ കൊണ്ട് മൂടിയിട്ടുള്ളതായിരുന്നു ആ വീട്. ഇസ് ഓൾഡ് ഫാഷൻഡ് ഗാർഡൻ വാസ് ദ പാരഡൈസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. അതിൻ്റെ പഴയ രീതിയിലുള്ള അതിൻ്റെ പൂന്തോട്ടം അതായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തെ പാരഡൈസ്, സ്വർഗം. എൻ്റെ കുട്ടിക്കാലത്തെ സ്വർഗം തന്നെയായിരുന്നു. ഈ പാരഗ്രാഫിൽ പറയുന്നത് അവരുടെ വീടിനോട് ചേർന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബ വീടിനെക്കുറിച്ച്. അതിൻ്റെ പേര് ഐവി ഗ്രീൻ എന്നായിരുന്നു ആ വീടിൻ്റെ പേര്. ഇവർ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് റോസ് ബവർ എന്നും. Even in the days before my teacher came, I used to feel along the square stiff box hedges
and guided by the sense of smell would find the first violets and lilies there too. After a fit of temper, I went to find comfort to hide my hot faces in the cold leaves and grass. What joy it was to lose myself in the garden of the flowers, to wander happily from spot to spot, until coming suddenly upon a beautiful vine, I recognized it by its leaves and blossoms, and you knew it was the vine which covered the tumble-down summer houses at the farthest end of the garden. Here also were trailing clematis, drooping jessamine, and some rare sweet flowers called butterflies lilies. Even in the days before my teacher came, എൻ്റെ ടീച്ചർ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ആ ദിനങ്ങൾക്ക് മുമ്പ് പോലും അവർക്ക് ഒരു ടീച്ചർ, അവരെ പഠിപ്പിക്കാൻ വേണ്ടിയ ഒരു ടീച്ചർ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ ടീച്ചറുടെ പേരാണ് ആനി സുള്ളിവൻ. അന്ധയായ ബധിരയായ ഹെലൻ കെല്ലറെ പഠിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ടാസ്ക് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് വന്നിരുന്ന ആ ടീച്ചർ ഹെലൻ കെല്ലറുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, ആനി സുള്ളിവൻ വരുന്നതിന് മുമ്പ് തന്നെ, ഈവൻ ഇൻ ദ ഡേയ്സ് ബിഫോർ മൈ ടീച്ചർ കെയിം, എൻ്റെ ടീച്ചർ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, ഐ യൂസ്ഡ് ടു ഫീൽ അലോങ് ദ സ്ക്വയർ സ്റ്റിഫ് വുഡ് ബോക്സ് ഹെഡ്ജസ്, ഞാൻ അനുഭവിച്ച് നോക്കാറുണ്ടായിരുന്നു, തൊട്ട് നോക്കാറ് ഉണ്ടായിരുന്നു, ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. അലോങ് ദ സ്ക്വയർ സ്റ്റിഫ് ബോക്സ് ഹെഡ്ജസ്, സ്ക്വയർ ആകൃതിയിലുള്ള, ചതുരാകൃതിയിലുള്ള സ്റ്റിഫ് ബോക്സ് വുഡ് ഹെഡ്ജസ്. സ്റ്റിഫ് ബോക്സ് വുഡ് ഹെഡ്ജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോക്സ് വുഡ്, അതായത് ബോക്സ് വുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ബുഷ് ചെടി ഉണ്ടല്ലോ, അതുകൊണ്ടുണ്ടാക്കുന്ന വേലിയാണ്. അതിൻ്റെ സ്ക്വയർ ആകൃതിയിൽ വെട്ടിയൊതുക്കിയ ഈ ബോക്സ് വുഡിൻ്റെ കൊണ്ടുള്ള വേലികളൊക്കെ തൊട്ട് നോക്കി അനുഭവിക്കാറുണ്ടായിരുന്നു എൻ്റെ ടീച്ചറിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ. ആൻഡ് ഗൈഡഡ് ബൈ ദ സെൻസ് ഓഫ് സ്മെൽ, മണമാകുന്ന ഇന്ദ്രിയം ഉപയോഗിച്ചുകൊണ്ട്, അതിനെ ഗൈഡ് ചെയ്തുകൊണ്ട്, അതിനാൽ നയിക്കപ്പെട്ടുകൊണ്ട്, വുഡ് ഫൈൻഡ് ദ ഫസ്റ്റ് വയലറ്റ്സ് ആൻഡ് ലിലീസ്, ആദ്യത്തെ വയലറ്റ് പൂക്കളെയും ലില്ലിപ്പൂക്കളെയും ഞാൻ കണ്ടെത്തിയിരുന്നു. മണം കൊണ്ട് അവയെ തിരിച്ചറിഞ്ഞിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് എന്ന് അന്ധയും ബധിരയും മൂകയുമായിട്ടുള്ള ഹെലൻ കെല്ലറെ പഠിപ്പിച്ചിരുന്ന അവരുടെ ടീച്ചറായിരുന്നു. പക്ഷേ ആ ടീച്ചർ വരുന്നതിന് മുമ്പ് തന്നെ സ്വന്തമായിട്ട് തന്നെ തൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചിരുന്നു എന്ന് സാരം. അവിടെ ടു ആഫ്റ്റർ എ ഫിറ്റ്സ് ഓഫ് ടെമ്പർ, ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ അനുഭവിച്ചിരുന്ന ഞാൻ, ഐ വെൻറ്റ് ടു ഫൈൻഡ് കംഫേർട്ട്, ഞാൻ ആശ്വാസം കണ്ടെത്തിയിരുന്നു. ആൻഡ് ടു ഹൈഡ് മൈ ഹോട്ട് ഫേസസ്, എൻ്റെ ചൂടുള്ള മുഖം ഒളിപ്പിച്ചിരുന്നു. ഇൻ ദ കൂൾ ലീവ്സ് ആൻഡ് ഗ്രാസ്, ഞാൻ തണുത്ത ഇലകളിലും പുല്ലുകളിലും ഞാൻ എൻ്റെ ചൂടുള്ള മുഖം അമർത്തിയിട്ട് അത് ഒളിപ്പിച്ചുകൊണ്ട് ഞാൻ ആശ്വാസം കണ്ടെത്തിയിരുന്നു. വാട്ട് ജോയ് ഇറ്റ് വാസ് ടു ലൂസ് മൈസെൽഫ് ഇൻ ദ ഗാർഡൻ ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ ആ പൂന്തോട്ടത്തിൽ ഞാൻ എന്നെ തന്നെ മറന്നു നിൽക്കുന്നത് എന്തൊരു സന്തോഷമുള്ള കാര്യമായിരുന്നുവെന്നോ. വാട്ട് ജോയ്, എന്തൊരു സന്തോഷമുള്ള കാര്യമായിരുന്നുവെന്നോ. ഇറ്റ് വാസ്, അത് ലൂസ് മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുക, എന്നെ തന്നെ മറന്നിരിക്കുന്നത്. ഇൻ ദാറ്റ് ഗാർഡൻ, ആ തോട്ടത്തിൽ, ഫ്ലവേഴ്സ്, പൂക്കളുടെ ആ തോട്ടത്തിൽ എന്നെ തന്നെ മറന്നിരിക്കുന്നത് എന്തൊരു സന്തോഷമുള്ള അനുഭവമായിരുന്നുവെന്നോ. അതുപോലെ തന്നെ മറ്റൊരു അനുഭവമാണ് ടു വാണ്ടർ ഹാപ്പിലി, സന്തോഷത്തോടെ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നു. ഫ്രം സ്പോട്ട് ടു സ്പോട്ട്, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. അൻറ്റിൽ കമ്മിങ് സഡൻലി, പെട്ടെന്ന് മുന്നിൽ പെടുവോളം, അപ്പോൾ എ ബ്യൂട്ടിഫുൾ വൈൻ, സുന്ദരമായ ഒരു വൈൻ ചെടിയുടെ മുന്നിൽ ഞാൻ അകപ്പെടുവോളം ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നു. കാഴ്ചയില്ലാത്തവളും അന്ധയും ബധിരയും മൂകയുമായിരുന്ന ഹെലൻ കെല്ലറുടെ ജീവിതത്തിലെ അക്കാലത്തെ ചില ആസ്വാദ്യകരമായ നിമിഷങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഐ റെക്കഗ്നൈസ് ഇറ്റ്സ് ബൈ ഇറ്റ്സ് ലീവ്സ്, ഞാൻ അതിനെ തിരിച്ചറിയുന്നത് ഏതിനെ, വൈൻ ചെടിയെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നത് ബൈ ഇറ്റ്സ് ലീവ്സ്, അതിൻ്റെ ഇലകളെ കൊണ്ടും, ആൻഡ് ബ്ലോസംസ്, പൂക്കളെ കൊണ്ടുമായിരുന്നു ഞാൻ അതിനെ തിരിച്ചറിഞ്ഞിരുന്നത്. and knew it was the vine which covered the tumble down summer houses at the farthest end of the garden. പൂന്തോട്ടത്തിൻ്റെ അങ്ങേ തലക്കിൽ ഒരു ടംബിൾ ഡൗൺ സമ്മർ ഹൗസ് ഉണ്ട്, ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വേനൽക്കാല വസതിയുണ്ട്. ആ വേനൽക്കാല വസതിയെയും മൂടിയിരിക്കുന്നത് വൈൻ ചെടികളാണ് എന്ന് ഞാൻ
അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്. അവയുടെ ഇലകളെ കൊണ്ടാണ്, അവയുടെ പൂക്കളെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ആ ഇടിഞ്ഞു പൊളിഞ്ഞ സമ്മർ ഹൗസിനെ മൂടിയിരിക്കുന്ന ആ ചെടി ഏതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അത് ഐവി വൈനായിരുന്നു. ഹിയർ ഓൾസോ, ഇവിടെയും ഒരുപാട് പൂക്കളെ പറ്റി പറയുന്നുണ്ട്. ഒരുപാട് പൂക്കളുണ്ട്. ട്രെയിലിംഗ് ക്ലെമാൻറ്റിസ്, ഡ്രൂപ്പിംഗ് ജസാമിൻ, ഇതൊക്കെ ഒരു തരം ഇംഗ്ലീഷ് പൂക്കളാണ്. നമ്മുടെ നാട്ടിൽ കാണാത്ത പൂക്കളായതുകൊണ്ട് ഇവയുടെ മലയാളം പറയുന്നില്ല. ട്രെയിലിംഗ് ക്ലെമാൻറ്റിസ്, ഡ്രൂപ്പിംഗ് ജസാമിൻ ആൻഡ് സം റയർ സ്വീറ്റ് ഫ്ലവേഴ്സ് കോൾഡ് ബട്ടർഫ്ലൈ ലിലീസ്. ഇതുകൂടാതെ ബട്ടർഫ്ലൈ ലിലീസ് എന്ന് പറയുന്ന ഒരു വളരെ സുന്ദരമായിട്ടുള്ള ഒരു റയർ എന്ന് പറഞ്ഞാൽ വിരളമായി കാണുന്ന, അപൂർവമായി കാണുന്ന ഒരു തരം ബട്ടർഫ്ലൈ ലിലീസ് എന്ന് പറയുന്ന പൂവും, അതുപോലെ 3 പൂക്കളെ പറ്റി പറയുന്നുണ്ട്. ബട്ടർഫ്ലൈ ലിലീസ്, ട്രെയിലിംഗ് ക്ലെമാൻറ്റിസ്, ഡ്രൂപ്പിംഗ് ജസാമിൻ. ഈ 3 പൂക്കളും അവിടെ ഉണ്ടായിരുന്നു. ബിക്കോസ് ബട്ടർഫ്ലൈ ലിലീസിന് ഈ പേര് വരാൻ കാരണം എന്താണെന്ന് അറിയാമോ? ബിക്കോസ് അതിന് കാരണം ദ ഫ്രാജൈൽ പെറ്റൽ, ഫ്രാജൈൽ എന്ന് പറഞ്ഞാൽ ലോലമായ പെറ്റൽ, അവയുടെ ലോലമായ ഇതളുകൾ, ആ ബട്ടർഫ്ലൈ ലില്ലി എന്ന് പറയുന്ന പൂവിൻ്റെ ലോലമായ ഇതളുകൾ റിസംബിൾസ്, അത് സാദൃശ്യപ്പെടുന്നത് ബട്ടർഫ്ലൈസ് വിങ്സ്, പൂമ്പാറ്റയുടെ ചിറക് പോലെയായിരുന്നു അതിൻ്റെ ഇതളുകൾ. അതുകൊണ്ടാണ് ആ പൂവിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം, ബട്ടർഫ്ലൈ ലില്ലി എന്ന പേര് വരാൻ കാരണം. ബട്ട് ദ റോസസ്, ഇങ്ങനെ 2-3 പൂക്കളെ പറ്റി 2-3 പൂക്കളുണ്ടെങ്കിലും ബട്ട് ദ റോസസ്, പനിനീർ പൂവ്, റോസ് പൂവ്, ദേ വേർ ദ ലവ്ലിയസ്റ്റ് ഓഫ് ഓൾ, അതായിരുന്നു ഏറ്റവും സുന്ദരമായ, എല്ലാത്തിലും സുന്ദരമായ പൂവ്. Never have I found in the greenhouse of the north such a heart-satisfying roses as the climbing roses of my southern house. എൻ്റെ ഈ തെക്കേ അമേരിക്കയിലെ വീട്ടിലുള്ളതുപോലുള്ള ക്ലൈംബിംഗ് റോസ് ഇനത്തിൽപ്പെട്ട പൂക്കളെ, റോസ് പൂക്കളെക്കാളും ഹാർട്ട് സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള, മനസ്സിന് സംതൃപ്തി നൽകുന്ന മറ്റൊരു പൂവും ഞാൻ കണ്ടിട്ടേയില്ല. എവിടെ പോലും ഇൻ നോർത്ത്, വടക്കേ അമേരിക്കയിൽ പോലും കണ്ടിട്ടില്ല. എവിടെ? വടക്കേ അമേരിക്കയിലെ ഗ്രീൻ ഹൗസ്, ഹരിതഭവനങ്ങളിൽ. ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള ചില വീടുകൾ നിർമ്മിച്ച് അവയിൽ പ്രത്യേക തരം ചെടികളെയൊക്കെ കൃത്രിമമായിട്ട് വളർത്തിയെടുക്കാറുണ്ട്. അത്തരത്തിലുള്ള ഗ്രീൻ ഹൗസുകളിൽ പോലും, നോർത്തിലെ ഗ്രീൻ ഹൗസുകളിൽ പോലും ഞാൻ ഒരിക്കലും ഇത്രയും മനസ്സിന് സംതൃപ്തി നൽകുന്ന, എൻ്റെ വീട്ടിലുള്ളതുപോലെ, സൗത്തിലെ വീട്ടിലുള്ളതുപോലെ ഒരു റോസ് പൂവിനെ ഞാൻ കണ്ടിട്ടേയില്ല എന്നവർ സമർത്ഥിക്കുന്നു. ദേ യൂസ്ഡ് ടു ഹാങ് ഇൻ ലോങ് ഫെസ്റ്റൂൺസ്. എന്നുദ്ദേശിച്ചത് ഈ ഹാങ്ങിങ് റോസസ്, തൂങ്ങിക്കിടക്കുന്ന റോസ് പൂക്കൾ. ദേ യൂസ്ഡ് ടു ഹാങ്, അവ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇൻ ലോങ് ഫെസ്റ്റൂൺസ്, ഒരു നീണ്ട തോരണം തൂക്കിയതുപോലെ. ഫ്രം അവർ പോർച്ച്, ഞങ്ങളുടെ പോർച്ചിൽ നിന്ന്. ഫില്ലിങ് ദ ഹോൾ എയർ, ഈ വായു മുഴുവനും നിറക്കും. വിത്ത് ദെയർ ഫ്രാഗ്രൻസ്, അവയുടെ സുഗന്ധം കൊണ്ട് നിറച്ചിട്ടുണ്ടാവും ഈ ഹാങ്ങിങ് റോസസ്. അൺടൈൻഡ്, അത് കളങ്കപ്പെട്ടിട്ടില്ലാത്തതാണ്. ഈ റോസ് പൂവിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുകയാണ്. അവ പരിസരമാകമാനം അവയുടെ സുഗന്ധം കൊണ്ട് നിറക്കുമെന്ന് മാത്രമല്ല, അൺടൈൻഡ്, കളങ്കപ്പെടാത്തതാണ്. ബൈ എനി എർത്ത് സ്മെൽ, ഒരു തരത്തിലുള്ള ഭൗതിക മണം കൊണ്ടും കളങ്കപ്പെടാത്തതാണ്. ആൻഡ് ഇൻ ദ ഏർലി മോർണിംഗ്, രാവിലെ, വളരെ നേരത്തെ രാവിലെ, വാഷ്ഡ് ഇൻ ദ ഡ്യൂ, അത് മഞ്ഞിൽ കുളിച്ച്. ദേ ഫെൽറ്റ് സോ സോഫ്റ്റ്, വളരെ മൃദുലമായിരിക്കും അവ. സോ പ്യുവർ, വളരെ പരിശുദ്ധമായിരിക്കും അവ. ഐ കുഡ് നോട്ട് ഹെൽപ്പ് വണ്ടറിങ്, എനിക്ക് അത്ഭുതപ്പെടാതിരിക്കാനാവുന്നില്ല. ഇഫ് ദേ ഡിഡ് നോട്ട് റിസംബിൾ, ഇവ സാദൃശ്യപ്പെടുന്നില്ലയോ, ഇത് സാദൃശ്യമാകുന്നില്ലയോ ദ ആസ്പോഡൽസ് ഓഫ് ഗോഡ്സ് ഗാർഡൻ, ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിലെ വെള്ളാമ്പൽ പൂക്കളോട് ഇവ സമപ്പെടുന്നില്ലയോ, ഇവ സാദൃശ്യപ്പെടുന്നില്ലയോ എന്നെനിക്ക് അത്ഭുതപ്പെടാതിരിക്കാനായില്ല. അത്രയും സുന്ദരമായിരുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഹാങ്ങിങ് റോസസ് എന്ന ഇനത്തിൽപ്പെട്ട പനിനീർപ്പൂക്കൾ എന്ന് അവർ ഈ വരികളിലൂടെ പറയുന്നു. The beginning of my life was simple and much like every other little life. I came, I saw, I conquered. Was the first baby, as the first baby in the family always does. There was the usual amount of discussion as a name for me. The first baby in the family was not to be lightly named. Everyone was emphatic about that.
My father suggested the name of Mildred Campbell, an ancestor whom he highly esteemed, and he declined to take any further part in the discussion. My mother solved the problem by giving it as her wish that I should be called after her mother, whose maiden name was Helen Everett. But in the excitement of carrying me to church, my father lost the name on the way, and very naturally, since it was one in which he had declined to have a part. The beginning of my life was simple. എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം വളരെ ലളിതമായിരുന്നു. ആൻഡ് മച്ച് ലൈക്ക് എവ്രി അതർ ലിറ്റിൽ ലൈഫ്, മറ്റേതൊരു കുഞ്ഞു ജീവിതം പോലെ തന്നെയും വളരെ ലളിതമായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം. ഐ കെയിം, ഞാൻ വന്നു. ഐ സോ, ഞാൻ കണ്ടു. ഐ കോൺകേർഡ്, ഞാൻ കീഴടക്കി. വന്നു, കണ്ടു, കീഴടക്കി. ആസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി ഓൾവേസ് ഡസ്, വീട്ടിലെ ആദ്യത്തെ കുട്ടി ഏതൊരു കുടുംബത്തെയും ആദ്യത്തെ കുട്ടി ചെയ്യുന്നത് പോലെ, there was the usual amount of discussion as to name for me. എൻ്റെ വീട്ടിൽ there was usual amount of, പതിവ് പോലെയുള്ള ഒരു ചർച്ച നടന്നു. as to the name of for me, എനിക്കൊരു പേരിടണമല്ലോ. The first baby in the family was not to be lightly named. കുടുംബത്തിലെ ആദ്യ കുട്ടിയായതുകൊണ്ട് തന്നെ നേരിയ പേരിട്ടാൽ പോരാ. Everyone was emphatic about that. എല്ലാവരും അക്കാര്യത്തിൽ വളരെ ഊന്നിപ്പറയുന്ന ആൾക്കാരായിരുന്നു. മൈ ഫാദർ സജസ്റ്റഡ് ദ നെയിം ഓഫ് മൈൽഡ്രഡ് കാമ്പൽ. എൻ്റെ അച്ഛൻ ഒരു പേര് നിർദ്ദേശിച്ചു, മൈൽഡ്രഡ് കാമ്പൽ എന്നിടാം. ആൻ ആൻസെസ്റ്റർ ഹൂം ഹൈലി എസ്റ്റീംഡ്, അച്ഛൻ വളരെ അഭിമാനപൂർവ്വം ഓർത്തിരിക്കുന്ന അവരുടെ ഒരു മുൻഗാമിയായ സ്ത്രീയുടെ പേരാണ് മൈൽഡ്രഡ് കാമ്പൽ, അവരുടെ പേരിടാം. ആൻഡ് ഹീ ഡിക്ലൈൻഡ് ടു ടേക്ക് എനി ഫർദർ പാർട്ട് ഇൻ ദ ഡിസ്കഷൻ. പിന്നീട് ആ ഒരു ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കാതെ മാറി നിന്നു. മൈ മദർ സോൾവ്ഡ് ദ പ്രോബ്ലം, അമ്മയാണ് ആ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിച്ചത്. ബൈ ഗിവിങ് ഇറ്റ് ആസ് ഹെർ വിഷ്, അവളുടെ ആഗ്രഹം പോലെ അമ്മ അതിന് പരിഹാരം കണ്ടെത്തി. ഐ ഷുഡ് ബി കാൾഡ് ആഫ്റ്റർ മൈ മദർ, ഹെർ മദർ, എൻ്റെ അമ്മയുടെ പേരെനിക്കിടണം. ഹൂസ് മെയ്ഡൻ നെയിം വാസ് ഹെലൻ എവററ്റ്, അവരുടെ ആദ്യമിട്ട പേര് മെയ്ഡൻ നെയിം ഹെലൻ എവററ്റ് എന്നായിരുന്നു. ക്രിസ്ത്യാനികൾ പള്ളിയിൽ ആദ്യമിടുന്ന പേരിനെയാണ് മെയ്ഡൻ നെയിം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മെയ്ഡൻ നെയിം ഹെലൻ എവററ്റ് എന്നായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ പേര് ഇടാമെന്ന് നിർദ്ദേശം അമ്മ മുന്നോട്ട് വെച്ചു. എന്നിട്ട് എനിക്ക് പേര് നിർദ്ദേശിച്ചു ഹെലൻ എവററ്റ്. അച്ഛൻ നിർദ്ദേശിച്ച പേര് മൈൽഡ്രഡ് കാമ്പൽ, അമ്മ നിർദ്ദേശിച്ച പേര് ഹെലൻ എവററ്റ്. ബട്ട് ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ക്യാരിയിങ് മീ ടു ചർച്ച്, എന്നെ പള്ളിയിൽ പേരിടാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആ ഒരു ആവേശത്തിൽ മൈ ഫാദർ ലോസ്റ്റ് ദ നെയിം, അച്ഛൻ പേര് മറന്നുപോയി. ഓൺ ദ വേ, വഴിയിൽ വെച്ച് അച്ഛൻ ആ പേരങ്ങ് മറന്നുപോയി. വെരി നാച്ചുറലി, വളരെ സ്വാഭാവികമാണല്ലോ. സിൻസ് ഇറ്റ് വാസ് വൺ ഇൻ വിച്ച് ഹി ഹാഡ് ഡിക്ലൈൻഡ് ടു ഹാവ് എ പാർട്ട്, അച്ഛൻ പങ്കെടുക്കാത്ത ഒരു ചർച്ചയിൽ ഇട്ട പേരായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അച്ഛൻ അതങ്ങ് മറന്നുപോയി. വെൻ ദ മിനിസ്റ്റർ ആസ്ക്ഡ് ഫോർ ഇറ്റ്, പള്ളിയിൽ നിന്ന് പുരോഹിതൻ പേര് ചോദിച്ചപ്പോൾ ഹി ജസ്റ്റ് റിമെമ്പേർഡ്, അച്ഛൻ ഓർത്തത് ഇറ്റ് ഹാഡ് ബീൻ ഡിസൈഡഡ് ടു കോൾ മീ ആഫ്റ്റർ മൈ ഗ്രാൻഡ് മദർ, എൻ്റെ അമ്മമ്മയുടെ പേരിടാനാണ് എനിക്ക് ഉദ്ദേശിച്ചിരുന്നത് എന്ന കാര്യം മാത്രമാണ് അച്ഛൻ ഓർത്തത്. ആൻഡ് ഹീ ഗേവ് ഹെർ നെയിം ഹെലൻ ആഡംസ്. എൻ്റെ അമ്മമ്മയുടെ പേര് അച്ഛൻ നിർദ്ദേശിച്ചതോ ഹെലൻ ആഡംസ് എന്ന പേരായിരുന്നു. ഐ എം ടോൾഡ്, എന്നോട് പറയപ്പെട്ടു, മറ്റുള്ള ആളുകൾ എന്നെപ്പറ്റി പറഞ്ഞത്, that while I was still in long dresses, I showed many signs of an eager, self-asserting disposition. Everything that I saw other people do is insisted upon imitating. At 6 months, I could pipe out howdy, and one day I attracted everyone's attention by saying TTT quite plainly. Even after my illness, I remembered one of the words I had learned in these early months. It was the word water, and I continued to make some sound for that word. After all other speech was lost, I ceased making the word wawa only when I learned to spell the word. I am told that while I was still in long dresses, ഞാൻ എൻ്റെ നീളക്കുപ്പായം, അതായത് കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്ന നീളക്കുപ്പായം ഇട്ട് നടക്കുന്ന ആ കാലത്ത് തന്നെ, I showed many signs of an eager, ഞാൻ ഒരു
പ്രത്യേകതരം ഐ ഷോഡ് ഞാൻ കാണിച്ചിരുന്നു അത്രേ സൈൻസ് ഓഫ് ആൻ ഈഗർ എന്ന് പറഞ്ഞാൽ ആകാംക്ഷയുടെ അടയാളങ്ങൾ കാണിച്ചിരുന്നു. സെൽഫ് അസേർട്ടിങ് ഒരു തന്നിഷ്ടപ്രകാരമുള്ള ഡിസ്പൊസിഷൻ ദുശ്ശീലം കാണിച്ചിരുന്നു. വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ തന്നിഷ്ടത്തോടുകൂടിയുള്ള ഒരു തരം ദുശ്ശീലം കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു ആകാംക്ഷയുടെ അടയാളവും ഞാൻ കാണിച്ചിരുന്നു എന്ന് മറ്റുള്ള ആളുകൾ ഐ ആം ടോൾഡ് എന്ന് പറഞ്ഞാൽ എന്നോട് പറയപ്പെട്ടു. മറ്റുള്ള ആളുകൾ എന്നോട് പറഞ്ഞു. എവ്രിതിങ് ദാറ്റ് ഐ സോ അതർ പീപ്പിൾ, മറ്റാളുകളിൽ കണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഐ ഇൻസിസ്റ്റഡ്, ഞാൻ നിർബന്ധപൂർവം അപ്പോൺ ഇമിറ്റേറ്റിംഗ്, ഞാൻ അവരെ അനുകരിച്ചു. അവർ ചെയ്യുന്നത് പോലെ തന്നെ, മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ കാര്യവും ഞാൻ ചെയ്തു. അറ്റ് 6 months, 6 മാസക്കാലമായപ്പോൾ ഐ കുഡ് പൈപ്പ് ഔട്ട് ഹൗഡി. 6 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഹൗഡി എന്ന ശബ്ദം പുറത്തേക്കുണ്ടാക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചത്രേ. ആൻഡ് വൺ ഡേ, ഒരു ദിവസം, ഐ അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ ബൈ സെയിങ് ടീ ചായ എന്ന അർത്ഥത്തിൽ ടി എന്ന വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിച്ചു. 6-ാം മാസം വെരി ക്വൈറ്റ് പ്ലെയിൻലി, വളരെ നേരിയ രീതിയിലാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഈവൻ ആഫ്റ്റർ മൈ ഇൽനെസ് ഐ റിമെമ്പർ വൺ ഓഫ് ദാറ്റ് വേർഡ് ഐ ഹാഡ് ലേൺഡ് ഇൻ ദീസ് ഏർലി മന്ത്സ്. എൻ്റെ ഈ രോഗത്തിന് ശേഷം പോലും ഐ റിമെമ്പേർഡ്, ഞാൻ ഓർക്കുന്നു. വൺ ഓഫ് ദ വേർഡ്സ് ഐ ഹാഡ് ലേൺഡ് ഇൻ ദീസ് ഏർലി മന്ത്സ്, എൻ്റെ വളരെ നേരത്തെയുള്ള ആ മാസക്കാലങ്ങളിൽ ഞാൻ പഠിച്ചിരുന്ന ഒരു വാക്ക് ഞാൻ ഓർക്കുന്നു. ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ. അത് വെള്ളം എന്ന അർത്ഥത്തിലുള്ള വെള്ളം എന്ന വാക്കായിരുന്നു. ആൻഡ് ഐ കണ്ടിന്യൂ ടു മേക്ക് സം സൗണ്ട്സ് ഫ്രം ദാറ്റ് വേർഡ് ആഫ്റ്റർ ഇറ്റ് ഓൾ അതർ സ്പീച്ച് വാസ് ലോസ്റ്റ്. മറ്റെല്ലാ ശബ്ദങ്ങളും മറ്റെല്ലാ വാക്കുകളും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിന് ശേഷവും ഐ കണ്ടിന്യൂ ടു മേക്ക് സം സൗണ്ട്സ് ഫോർ ദാറ്റ് വേർഡ്. ആ വാക്കിന് വേണ്ടിയിട്ട് ഞാൻ പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ഐ സീസ്ഡ് മേക്കിംഗ് ദ സൗണ്ട് വാ. ഞാൻ വാ എന്ന് പറയുന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു അത്രേ. വെൻ ഐ ലേൺഡ് ടു സ്പെൽ ദ വേർഡ്, ആ വാക്ക് ഉച്ചരിക്കാൻ ഞാൻ പഠിച്ചതിന് ശേഷം. They tell me I walked the day I was a year old. My mother had just taken me out of the bathtub and was holding me in her lap when I was. They tell me I walked the day I was a year old. My mother had just taken me out of the bathtub and was holding me in her lap when I was suddenly attracted by the flickering shadows of leaves that danced in the sunlight on the smooth floor. I slipped from my mother's lap and almost ran towards them. The impulse gone, I fell down and cried for her to take me up in her arms. They tell me, അവരെന്നോട് പറഞ്ഞു, I walked the day I was a year old. ഞാൻ 1 വയസ്സ് പ്രായമായ സമയത്താണ് നടക്കാൻ തുടങ്ങിയതെന്നാണ് എല്ലാവരും പറഞ്ഞത്. മൈ മദർ ഹാഡ് ജസ്റ്റ് ടേക്കൺ മീ ഔട്ട് ഓഫ് ദ ബാത്ത് സ്റ്റബ്. എന്നെ അമ്മ ബാത്ത് സ്റ്റബിൽ നിന്ന് കുളിപ്പിച്ച് എടുത്തു. ആൻഡ് വാസ് ഹോൾഡിങ് മീ ഇൻ ഹർ ലാപ്പ്. എന്നെ മടിയിൽ വെച്ചിരിക്കുകയായിരുന്നു. വെൻ ഐ വാസ് സഡൻലി അട്രാക്റ്റഡ് ബൈ ദ ഫ്ലിക്കറിങ് ഷാഡോസ് ഓഫ് ദ ലീവ്സ്. പെട്ടെന്നാണ് ഞാൻ ആകർഷിക്കപ്പെട്ടത്. അട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആകർഷിക്കപ്പെട്ടത്. എങ്ങോട്ട്? ബൈ ദ ഫ്ലിക്കറിങ് ഓഫ് ഷാഡോ. ഫ്ലിക്കറിങ് എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങുക. ഷാഡോസ് ഓഫ് ലീവ്സ്, ഇലകളുടെ ഷാഡോ മീൻസ് അവയുടെ നിഴൽ വെട്ടിത്തിളങ്ങുന്ന ഒരിടത്തേക്ക് ഞാൻ ആകർഷിക്കപ്പെട്ടു. ദാറ്റ് ഡാൻസ്ഡ് ഇൻ ദ സൺലൈറ്റ്. നല്ല തെളിഞ്ഞ വെയിലിൽ അവ നൃത്തം ചെയ്യുകയാണ്. അങ്ങനെ നൃത്തം ചെയ്യുന്ന ഇലകളുടെ ആ നിഴൽ വെട്ടിത്തിളങ്ങുന്നതിലേക്ക് ഞാൻ ആകർഷിക്കപ്പെട്ടു. എവിടെയാണ് വെട്ടിത്തിളങ്ങുന്നത്? ഓൺ ദ സ്മൂത്ത് ഫ്ലോർ. നല്ല മിനുസമുള്ള തറയിൽ വെട്ടിത്തിളങ്ങുന്ന വെയിലത്ത് ഡാൻസ് ചെയ്യുന്ന ഇലകളുടെ ആ വെളിച്ചത്തിലേക്ക്, അതിൻ്റെ വെട്ടിത്തിളക്കത്തിലേക്ക് ഞാൻ ആകർഷിക്കപ്പെട്ടു അത്രേ. ഐ സ്ലിപ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ്. ഞാൻ അമ്മയുടെ മടിയിൽ നിന്ന് ഊർന്നിറങ്ങി. ആൻഡ് ഓൾമോസ്റ്റ് റാൻ ടുവേർഡ്സ് ദം. എന്നിട്ട് അതിന് നേരെ ഓടുകയായിരുന്നു അത്രേ. ആ വെട്ടിത്തിളങ്ങുന്ന ഇലയുടെ നിഴലിലേക്ക് ഞാൻ ഓടുകയായിരുന്നു. ദ ഇമ്പൾസ് ഗോൺ.
എൻ്റെ ആ ആവേശം പോയപ്പോൾ ഐ ഫെൽ ഡൗൺ, ഞാൻ താഴെ വീണു. ആൻഡ് ക്രൈഡ് ഫോർ ഹെർ ടു ടേക്ക് മീ ഇൻ ഹെർ ലാപ്പ് ആംസ്. അമ്മ എന്നെ എടുക്കാൻ വേണ്ടി, കയ്യിലെടുക്കാൻ വേണ്ടി ഞാനന്ന് കരഞ്ഞു അത്രേ. ദീസ് ഹാപ്പി ഡേയ്സ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. ഈ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ അധികകാലം നീണ്ടു നിന്നില്ല. വൺ ബ്രീസ് സ്പ്രിങ്, ഒരു വളരെ ചുരുങ്ങിയ വസന്തകാലം. മ്യൂസിക്കൽ വിത്ത് സോങ് ഓഫ് ദ റോബിൻ പക്ഷികളുടെ പാട്ടുകൾ കൊണ്ട് സംഗീതമയമായ ഒരു ചെറിയ വസന്തകാലം മാത്രമേ എൻ്റെ ഈ ജീവിതകാലം നീണ്ടു നിന്നുള്ളൂ. ആൻഡ് മോക്കിംഗ് ബേർഡിൻ്റെയും റോബിൻ പക്ഷികളുടെയും ഒക്കെ പാട്ടുകൾ കൊണ്ട് സംഗീതമുഖരിതമായ ഒരു വസന്തകാലം. വൺ സമ്മർ, ഒരു വേനൽക്കാലം. റിച്ച് ഇൻ ഫ്രൂട്ട്സ്, പഴങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ളൊരു വേനൽക്കാലം. ആൻഡ് റോസ് പൂക്കൾ കൊണ്ടും പഴങ്ങൾ കൊണ്ടും സമ്പുഷ്ടമായിട്ടുള്ളൊരു വേനൽക്കാലം നീണ്ടു നിന്നുള്ളൂ. വൺ ഓട്ടം ഓഫ് ഗോൾഡ് ആൻഡ് ക്രിംസൺ സ്പെഡ് ബൈ ദ ലെഫ്റ്റ് ദെയർ ഗിഫ്റ്റ് അറ്റ് ദ ഫീറ്റ് ഓഫ് ആൻ ഐഗർ ഡിലൈറ്റഡ് ചൈൽഡ്. ഒരു ശരത്കാലം, ഓട്ടം സീസൺ ഓഫ് ഗോൾഡ് ആൻഡ് ക്രിംസൺ, സ്വർണ്ണ നിറത്തിൻ്റെയും അതുപോലെ കടുംചുവപ്പ് നിറത്തിൻ്റെയും, സ്പെഡ് ബൈ, അത് പെട്ടെന്ന് കടന്നുപോയി, ലെഫ്റ്റ് ദെയർ ഗിഫ്റ്റ്സ്, അവയുടെ സമ്മാനങ്ങൾ എനിക്ക് വേണ്ടി വിട്ടേച്ചുകൊണ്ട്, അറ്റ് ദ ഫീറ്റ് ഓഫ് ആൻ ഈഗർ, ആകാംക്ഷ നിറഞ്ഞതും ഡിലൈറ്റഡ് സന്തുഷ്ടയുമായ ഒരു കുഞ്ഞിൻ്റെ കാൽ കീഴിൽ അവയുടെ സമ്മാനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു ഓട്ടം സീസണും ഒരു സമ്മർ സീസണും ഒരു വസന്തകാലവും എന്നിൽ നിന്ന് കടന്നുപോയി. അത്രമാത്രമേ എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചുള്ളൂ. ദെൻ ഇൻ ദ ഡ്രയറി മന്ത് ഓഫ് ഫെബ്രുവരി, അങ്ങനെ ഭയാനകമായ ആ ഫെബ്രുവരി മാസം, കെയിം ദ ഇൽനെസ്, ആ രോഗം വന്നു. വിച്ച് ക്ലോസ്ഡ് മൈ ഐസ്, എൻ്റെ കണ്ണുകളെ അടച്ചു. ആൻഡ് ഇയേഴ്സ്, എൻ്റെ കാതുകളെ അടച്ചു. ആൻഡ് പ്ലഞ്ച്ഡ് മീ ഇൻ ടു ദ അൺകോൺഷ്യസ്നെസ് ഓഫ് എ ന്യൂ ബോൺ ബേബി, നവജാത ശിശുവിൻ്റെ ഒരു അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക്. അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ അബോധാവസ്ഥയിലായ ഒരു നവജാത ശിശുവിൻ്റെ ഒരു രൂപത്തിലേക്ക് എന്നെ താഴ്ത്തി. പ്ലഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്നെ താഴ്ത്തി. എൻ്റെ കാഴ്ച, എൻ്റെ കേൾവി എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു നവജാത ശിശു, ഇപ്പോൾ പിറന്ന ഒരു കുഞ്ഞിൻ്റെ അബോധാവസ്ഥയിലാകുന്ന പോലെ എന്നെ അത് മുക്കിത്താഴ്ത്തി. ദേ കോൾഡ് ഇറ്റ് അക്യൂട്ട് കൺജഷൻ ഓഫ് ദ സ്റ്റൊമക്ക് ആൻഡ് ബ്രെയിൻ. വൈദ്യശാസ്ത്രത്തിൽ ഇങ്ങനെയാണത്ര അതിനെ പേര് വിളിച്ചത്. അവരിതിന് പേര് വിളിച്ചത് അക്യൂട്ട് കൺജഷൻ ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ബ്രെയിൻ. ദ ഡോക്ടർ തോട്ട് ഐ കുഡ് നോട്ട് ലീവ്. ഡോക്ടർമാർ വിചാരിച്ചത് ഞാനിനി ജീവിക്കില്ല എന്നാ. ഏർലി വൺ മോർണിംഗ്, പക്ഷേ ഒരു ദിവസം രാവിലെ. ഹവേവർ ദ ഫീവർ ലെഫ്റ്റ് മീ, എന്നെ പനി വിട്ടകന്നു പോയെങ്കിലും ആ സഡൻലി ആൻഡ് മിസ്റ്റീരിയസ്ലി ആസ് ഇറ്റ് ഹാഡ് കം, എനിക്ക് വന്നതുപോലെ തന്നെ നിഗൂഢമായിട്ടും പെട്ടെന്നും ആയിക്കൊണ്ട് എനിക്ക് പനി വന്നതുപോലെ തന്നെ തിരിച്ചുപോയി. There was great rejoicing in the family that morning. അന്ന് രാവിലെ വീട്ടിലെല്ലാവർക്കും വളരെ വലിയ ഗ്രേറ്റ് റിജോയ്സിങ് ആയിരുന്നു, വളരെ വലിയ സന്തോഷമായിരുന്നു അന്ന് രാവിലെ. ബട്ട് നോ വൺ, പക്ഷേ ഒരാൾ പോലും, നോട്ട് ഈവൻ ദ ഡോക്ടർക്ക് പോലും മനസ്സിലായില്ല ദാറ്റ് ഐ ഷുഡ് നെവർ സീ ഓർ ഹിയർ അഗെയിൻ, എനിക്കിനി വീണ്ടും കാണാനോ കേൾക്കാനോ സാധിക്കുമെന്ന്. വീട്ടുകാർക്ക് മാത്രമല്ല, ഡോക്ടർ പോലും അറിഞ്ഞില്ല. ഐ ഫാൻസി ഐ സ്റ്റിൽ ഹാവ് കൺഫ്യൂസ്ഡ്, ഞാൻ ഓർക്കുകയാണ്, എനിക്ക് തോന്നും, ഐ സ്റ്റിൽ ഹാവ് കൺഫ്യൂസ്ഡ്, എനിക്കിപ്പോഴും ആശയക്കുഴപ്പമാണെന്ന് തോന്നും. റിക്കളക്ഷൻ ഓഫ് ദാറ്റ് ഇൽനെസ്, ആ ഒരു രോഗത്തെക്കുറിച്ച് ഉള്ള ഓർമ്മ വരുമ്പോൾ എനിക്കിപ്പോഴും തോന്നും, അതെൻ്റെ ഒരു തോന്നലാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നത്. ഐ എസ്പെഷ്യലി റിമെമ്പർ, ഞാൻ പ്രത്യേകിച്ച് ഓർക്കുകയാണ്, ദ ടെൻഡർനെസ് വിത്ത് വിച്ച് മൈ മദർ ട്രൈഡ് ടു സൂട്ട്സ് മീ, എൻ്റെ അമ്മ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അന്നത്തെ ആർദ്രത ഞാനിപ്പോഴും ഓർക്കുന്നു. എന്നെ സൂത്ത്സ് എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക. എന്നെ അമ്മ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടായിരുന്ന ആ ആർദ്രത ഞാൻ ഓർക്കുന്നു. ടെൻഡർനെസ് എന്ന് പറഞ്ഞാൽ ആർദ്രത. ആൻഡ് ദ അഗണി ആൻഡ് ബിവിൽഡർമെൻറ്റ് വിത്ത് വിച്ച് ഐ awake ആഫ്റ്റർ എ ടോസിങ് ഓഫ് ഹാഫ് സ്ലീപ്പ്. അതുപോലെ തന്നെ അഗണി, വേദന, ബിവിൽഡർമെൻറ്റ്, അമ്പരപ്പ്, വിത്ത് വിച്ച് ഐ woke up ആഫ്റ്റർ എ ടോസിങ് ഓഫ് ഹാഫ് സ്ലീപ്പ്. പാതി മയക്കത്തിൽ നിന്ന് ഞാൻ ഉണരുമ്പോൾ അനുഭവിച്ചിരുന്ന ആ അമ്പരപ്പ്, അഗാധ വേദന, അഗണി,
സ്ലീപ്പ് ആൻഡ് ടേൺഡ് മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണുകളെ ഇങ്ങനെ ഉരുട്ടി നോക്കും. സോ ഡ്രൈ ആൻഡ് ഹോട്ട്, അത് ചൂടേറിയതും വരണ്ടതുമായിരുന്നു. ടു ദ വാൾ, ഞാൻ ചുമരിലേക്ക് നോക്കും. എവേ ഫ്രം വൺസ് ലൗഡ് ലൈറ്റ്, ഒരിക്കൽ ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്ന എൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഞാൻ അകന്നിരിക്കുന്നു, എൻ്റെ കണ്ണുകൾ അകന്നിരിക്കുന്നു. വിച്ച് കെയിം ടു മീ ഡിം ആൻഡ് യെറ്റ് നോ മോർ ഡിം ഈച്ച് ഡേ, അതെനിക്ക് മങ്ങിയ കാഴ്ചകളായി മാറി. യെറ്റ് മോർ ഡിം ഈച്ച് ഡേ, ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ മങ്ങി വന്നു. ബട്ട് എക്സെപ്റ്റ് ഫോർ ദീസ് ഫ്ലീറ്റിംഗ് മെമ്മറീസ്, ഇങ്ങനെ ജാഥയായി പോകുന്ന ഈ ഓർമ്മകൾക്ക് കൂടാതെ, ഇഫ് ഇൻഡീഡ് ദേ വർ മെമ്മറീസ്, തീർച്ചയായിട്ടും അവ എനിക്ക് ഓർമ്മകൾ തന്നെയാണ്. ഇറ്റ് ഓൾ സീംസ് വെരി അൺറിയൽ, അവയെല്ലാം എനിക്ക് അയാഥാർത്ഥ്യമായി തോന്നി, മിഥ്യയായി തോന്നി, തോന്നലുകളായി തോന്നി. ലൈക്ക് എ നൈറ്റ് മെയർ, അതൊരു ദിവാസ്വപ്നം പോലെ, പേടി സ്വപ്നം പോലെ എനിക്ക് തോന്നി. ഗ്രാജ്വലി, ക്രമേണ, ഐ ഗോട്ട് യൂസ്ഡ് ടു ദ സൈലൻസ്, ഞാൻ ആ നിശബ്ദതയോട് ഞാൻ പതിവായി, അതെൻ്റെ ശീലമായി. ഡാർക്ക്നെസ്, ഇരുട്ടിനോടും നിശബ്ദതയോടും അതെനിക്ക് പതിവായി. ഗ്രാജ്വലി എന്ന് പറഞ്ഞാൽ ക്രമേണ, സൈലൻസ് നിശബ്ദത, ഡാർക്ക്നെസ് ഇരുട്ട്. ദാറ്റ് സറൗണ്ടഡ് മീ, എനിക്ക് ചുറ്റുമുള്ള ഇരുട്ടിനോടും നിശബ്ദതയോടും അതെനിക്ക് പതിവായി. ആൻഡ് ഫോർഗോട്ട് ദാറ്റ് ഇറ്റ് ഹാഡ് എവർ ബീൻ ഡിഫറെൻറ്റ്, അതെനിക്ക് വ്യത്യസ്തമാണ് എന്നുള്ള ഒരു കാര്യം തന്നെ ഞാൻ മറന്നു. അണ്ടിൽ ഷീ കെയിം, അവൾ വരുന്നത് വരെ. ആരെക്കുറിച്ചാണ് പറയുന്നത്? മൈ ടീച്ചർ, എൻ്റെ ടീച്ചർ ജീവിതത്തിലേക്ക് വരുന്നത് വരെ. ഹു വാസ് ഇറ്റ് സെറ്റ് ടു മൈ സ്പിരിറ്റ്സ് ഫ്രീ, എൻ്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കിയത് അവരായിരുന്നു. ബട്ട് ഡ്യൂറിങ് ദ ഫസ്റ്റ് 19 months ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 19 മാസക്കാലം, ഐ ഹാഡ് കോട്ട് ഗ്ലിംസസ് ഓഫ് ദ ബ്രോഡ്, എനിക്കൊരു ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു, ദർശന കാഴ്ച എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു, കാഴ്ച ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെ കാഴ്ച? ബ്രോഡ്, വിശാലമായതും ഗ്രീൻ ഫീൽഡ്, പച്ചയണിഞ്ഞതുമായ പാടങ്ങളുടെ കാഴ്ച ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഈ 19 മാസക്കാലം കൊണ്ട് തന്നെ. ലൂമിനസ് സ്കൈ, പ്രകാശമയമായ ആകാശത്തെ, അതിൻ്റെ കാഴ്ച ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, പൂക്കളുടെയും മരങ്ങളുടെയും കാഴ്ച ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വിച്ച് ദ ഡാർക്ക്നെസ് ദാറ്റ് ഫ്ലോഡ് കുഡ് നോട്ട് ഹോളി ബ്ലോട്ട് ഔട്ട്, അതിന് തുടർന്ന് വന്നിരുന്ന ഡാർക്ക്നെസ്, ഇരുട്ടിനെ കൊണ്ട് മുഴുവനായിട്ടും ആ ഓർമ്മകളെ തുടച്ചു നീക്കാൻ സാധിച്ചില്ല. ഇഫ് വി ഹാവ് ഓൺ സീൻ, ഒരിക്കൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ദാറ്റ് ഡേ ഈസ് അവേഴ്സ്, ആ ദിവസം നമ്മുടേത് സ്വന്തമാണ്, നമ്മുടേത് മാത്രമാണ്. ആൻഡ് വാട്ട് ദ ഡേ ഹാസ് ഷോൺ, ആ ദിവസം നമുക്ക് കാണിച്ചു തന്ന കാഴ്ചകളും നമ്മുടേതാണ്. ഓരോ കാഴ്ചയും, അന്ധയാണെങ്കിലും ബധിരയാണെങ്കിലും മൂകയാണെങ്കിലും, ഈ കാഴ്ചകളെയെല്ലാം, ആ കുറഞ്ഞ കാലത്തെ കാഴ്ചകളെ വളരെ വളരെ സൗഭാഗ്യമായിട്ട് അനുസ്മരിച്ചുകൊണ്ടാണ് ഹെലൻ കെല്ലർ തൻ്റെ ആത്മകഥ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇതോടെ ഇന്നത്തെ ഈ യൂണിറ്റ് തീരുകയാണ്. എല്ലാവർക്കും എന്നെ ശ്രവിച്ചതിന് നന്ദി, നമസ്കാരം.